ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജീവിനെ കൊന്ന പ്രതിയെ കുരുക്കാൻ പെറ്റീഷനും കൊടുത്ത് കാത്തിരിക്കല്ലേ വന്ദന. നിരപരാധിയായ ആ മനുഷ്യന്റെ കയ്യിൽ വിലങ്ങണിയിച്ചത് ഈ നിൽക്കുന്ന വന്ദനയാ. ആ മനുഷ്യന്റെ മരണത്തിന് കാരണക്കാരനായ ഒരുത്തൻ സ്വന്തം ഭർത്താവായാലും മാപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. പയ്യെ പയ്യെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ആവണിക്കല്ല് ചുമ വന്നു, അതുകൊണ്ടാ. ആവണിക്കല്ല് കൊള്ളാം, ഒരു ഓണപ്പാട്ട് പോലെ. അല്ല, ഇത് ഏത് ജില്ലയിലാ? തൃശ്ശൂര്. പക്ഷെ കൊച്ചിന് തൃശ്ശൂര് ഭാഷാ ശൈലി ഒന്നും ഇല്ലല്ലോ. ഓ അതല്ലേ, ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ കൊല്ലത്ത് ചാത്തന്നൂരാ. അതാ ഇത്ര ശുദ്ധമായ ഭാഷ കിട്ടിയത്. ഓ ഓക്കെ. അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ. അതറിയാം, ഒരു കുടുംബം തകർത്ത് നശിപ്പിച്ചിട്ട് ഒളിച്ചോടി പോയവര്. സാറിപ്പ എന്താ പറഞ്ഞേ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ അച്ഛനും അമ്മ എവിടെയാ? അവര് രണ്ടുപേരും പോയി. എവിടെ? എബ്രോഡ്? അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊന്നും അല്ല, മരിച്ചു പോയെന്ന്. കടം കയറി രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. എന്താ വിശ്വാസമായില്ലേ? വേണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്. അയ്യോ വേണ്ട, എല്ലാം വിശ്വാസം. പിന്നെ ഈ ആഹാരം കഴിക്കുമ്പോ അധികം സംസാരിക്കാൻ പാടില്ല. ഞാനും അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എന്നാലും ഒന്ന് ചോദിച്ചോട്ടെ, ആ സെർവന്റ് ജോലി എനിക്ക് തന്നെ തരുമല്ലോ അല്ലേ? ഉറപ്പ്. അത് മതി. നിങ്ങളുടെ വീടാ. എന്താ ആലോചിക്കുന്നത്? കഴിക്കടോ? എന്റെ വയറ് നിറഞ്ഞു, മതി, നമുക്ക് പോവാം. ശരി, പോയി കഴിയൂട്ടോ. ചെല്ല്. പോവാം. പോവാം. സുഖമാണോ മോനെ? ഉപദ്രവമൊന്നുമില്ല. കുറുപ്പിന്റെ മകനാണെന്നുള്ള പരിഗണനയുണ്ട്. ഭാവിയില് മുഖ്യമന്ത്രി വരെ ആകേണ്ട യുവജന നേതാവിനെ ഇരുമ്പഴിയിൽ കിടക്കാൻ വിട്ടുകൊടുത്തുന്നാ പലരും ചോദിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരിൽ പലരുമാണ് പിന്നീട് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ടുള്ളത്. നിർത്ത്, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. നമുക്കിടയിൽ ഈ ഇരുമ്പഴി ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കണ്ട. എടാ, നിയമത്തിന്റെ മുന്നിൽ നീ ആയിരിക്കും കുറ്റവാളി. പക്ഷെ നിന്റെ ഭാര്യയുടെ അമ്മയുടെ ഒക്കെ മുമ്പിൽ
ഞാനാ കുറ്റവാളി. ഈ സമൂഹം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതായി കാണുന്ന പ്രതി നീയല്ല, ഈ കരുണാകരക്കുറുപ്പാ. കുറുപ്പിന്റെ പിടിപ്പ് കേട്. ആക്സിഡന്റിനെ കുറിച്ച് നീ എന്നോട് ചോദിക്കരുതായിരുന്നു. ഞാനത് പറയാനും പാടില്ലായിരുന്നു. കുറ്റമേറ്റ് പറഞ്ഞ് ജയിലിലായതുകൊണ്ട് നീ എന്താ നേടിയത്? മനസ്സമാധാനം. കുറ്റം വീട്ടു പറഞ്ഞ് നിയമത്തെ അനുസരിച്ച് ഒരു സാധാരണ പൗരന്റെ മനസ്സമാധാനം. സാധാരണ പൗരൻ വെറുതെ ഓരോന്ന് പറയരുത് മോനെ. ഇപ്പോ മനസ്സിന്റെ ഭാരം കുറഞ്ഞു. എനിക്ക് രാത്രി ഉറക്കം കിട്ടുന്നുണ്ട്. അത് നിന്റെ അമ്മയുടെയും എന്റെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുത്തിട്ടല്ലേ? കുറ്റമേറ്റെടുക്കരുതെന്ന് ഞാൻ നിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും നീ അതനുസരിച്ചില്ല. ശരി, ഞാനത് മറക്കുന്നു, മാപ്പ് തരുന്നു. അച്ഛനായി പോയില്ലേ? എങ്ങനെയും നിന്നെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. ഇനിയെങ്കിലും നീ എന്നോടൊന്ന് സഹകരിക്കണം. ഇനിയും മറ്റൊരാളെ കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല, സഹകരിക്കില്ല. സാർ, സമയം കഴിഞ്ഞേ. ഇറങ്ങട്ടെ മോനെ. അറിയാതെ ചെയ്ത തെറ്റിന് എന്റെ മോൻ അധികകാലം ജയിലിൽ കിടക്കേണ്ടി വരില്ല. ഇത് കരുണാകരക്കുറുപ്പിന്റെ വാക്കാ. കരുണാകരക്കുറുപ്പിന്റെ ഉറപ്പുള്ള വാക്ക്. രാജീവിനെ കൊന്ന പ്രതിയെ കുരുക്കാൻ പെറ്റീഷനും കൊടുത്ത് കാത്തിരിക്കല്ലേ വന്ദന? നിരപരാധിയായ ആ മനുഷ്യന്റെ കയ്യില് വിലങ്ങണിയിച്ചത് ഈ നിൽക്കുന്ന വന്ദനയാ. ആ മനുഷ്യന്റെ മരണത്തിന് കാരണക്കാരനായ ഒരുത്തൻ സ്വന്തം ഭർത്താവായാലും മാപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല.